കോൺഗ്രസിൽ നിന്നും രാജിവെച്ച DC സെക്രട്ടറി NV ബാബുരാജ് തന്റെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുകയാണ്. എന്താണ് താങ്കളുടെ ഒരു രാഷ്ട്രീയ തീരുമാനം? ഞാൻ നിങ്ങളെ പ്രത്യേകം കാണുമെന്ന് വിചാരിച്ച നിങ്ങളുമായിട്ടാണ് DCC പ്രസിഡന്റ് ഒരു ക്ലിപ്പിൽ സംസാരിച്ചത്. അദ്ദേഹം നിങ്ങളോടാ പറഞ്ഞത് വാർഡിൽ വന്ന പേരാണ് എരഞ്ഞിപ്പാലം ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ പേരെന്ന്. വാർഡിൽ നിന്ന് അങ്ങനെ ഒരു പേര് വന്നിട്ടില്ല. അപ്പൊ ഇത് പേയ്മെന്റ് സീറ്റ് അല്ലാതെ എന്താണ്? ഇതല്ലേ നമുക്ക് പറയാനുള്ളൂ. പേയ്മെന്റ് സീറ്റാ. അതുകൊണ്ട് താങ്കൾ എന്താണ് രാഷ്ട്രീയ തീരുമാനം? ഇപ്പൊ എന്തുകൊണ്ടാണ് രാഷ്ട്രീയ തീരുമാനം? ഇടതുപക്ഷ സഹയാത്രികൻ CPM സഹയാത്രികനായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. എന്താണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള ഒരു കാരണം? ഇന്ന് കേരളത്തില് 10 വർഷമായി അഴിമതിയില്ലാതെ ഭരണം നടത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹത്തിന്റെ ഭരണത്തിൽ കീഴിൽ സംസ്ഥാനത്ത് മുമ്പൊക്കെ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളും സംഘർഷങ്ങളും പാടെ നിന്ന് പോയിരിക്കുക. അത് സ്വാഭാവികമായി അദ്ദേഹത്തിനു കൂടിയുള്ള പിന്തുണയാണ് ഇന്നത്തെ ഈ പത്രസമ്മേളനം. പക്ഷെ ഒരാഴ്ച മുമ്പ് വരെ താങ്കൾ പറഞ്ഞതിൽ നിന്ന് രാഷ്ട്രീയത്തിൽ സ്ഥിര ശത്രുക്കളും മിത്രങ്ങളും ഇല്ലാന്ന് പത്രക്കാരൻ ഞാൻ പറയാറ്. അതന്നെ ഞാനും പറയുന്നത്. അല്ല, ഒരാഴ്ച മുമ്പ് താങ്കൾ ഈ സർക്കാരിനെതിരെയാണ് നിലനിന്നിരുന്നത്. സർക്കാരിനെതിരെ ഞാൻ ഒരിക്കലും ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. സർക്കാരിനെതിരെ നിലപാട് സ്വീകരിച്ചില്ല. ഞാൻ എന്റെ കോപ്പറേറ്റീവ് ബാങ്ക് ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചിട്ടുള്ളത് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസിനെയാണ്. ഈ BJPയുമായുള്ള താങ്കളുടെ നിലപാട് എന്നോട് സംസാരിച്ചപ്പോൾ തന്നെയാണ് പറഞ്ഞത് BJP ഒരു മതേതര കക്ഷിയാണ്, ഏറ്റവും വലിയ കക്ഷിയാണ്, മോദി മികച്ച നേതാവാണെന്നൊക്കെ. നിങ്ങൾ നല്ല ഡ്രസ് ഇട്ട് പോകുമ്പോൾ നിങ്ങൾ നല്ല സുന്ദരനാന്ന് പറയും. നിങ്ങൾ മോശം ഡ്രസ് ഇട്ട് പോകുമ്പോൾ പറയാം ഡ്രസ്സൊക്കെ അഴിക്കണമെന്ന് പറയും. അത് സ്വാഭാവികമല്ലേ? അല്ലാതെ BJPയോടുള്ള താല്പര്യം കൊണ്ട് പറഞ്ഞല്ല. അല്ല. ഇപ്പോഴും BJPയോട് താല്പര്യമില്ല. BJPയോട് താല്പര്യമില്ല എന്നുള്ളതല്ലേ ഞാൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു നിങ്ങളോട് പോ. ഒരേ സമയം എങ്ങനെ മോദി നല്ല ആളാന്ന് പറയും. രാഷ്ട്രീയത്തിൽ സ്ഥിര ശത്രുക്കളും മിത്രങ്ങളും ഇല്ലാന്ന് പറഞ്ഞല്ലോ. ഇതന്നെ പറയാനുള്ളൂ. അല്ല, ഒരേ സമയം മോദി നല്ല നേതാവാണെന്ന് പറയും, പിണറായി വിജയൻ നല്ല നേതാവ്. സ്ഥിര ശത്രുക്കളും മിത്രങ്ങളും ഇല്ല, അത്രേ പറയാനുള്ളൂ. താങ്കൾ ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഈ പാർട്ടിയിൽ എത്തിയതെന്നാണ് പ്രവീൺ കുമാർ പറഞ്ഞത്. 4 വർഷം മുമ്പ് മാത്രമാണ് പാർട്ടിയിൽ എത്തിയത്. അദ്ദേഹം 4 വർഷം മുമ്പാണ് എത്തിയെന്ന് പറഞ്ഞ അദ്ദേഹം 4 വർഷം മുമ്പ് കേരള കോൺഗ്രസിന്റെ മാണി സാറ് പോലും സാറേ എന്ന് വിളിക്കുന്ന ജോൺ പൂതക്കുയ്യെ വീട്ടിൽ ഇരുത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് നൽകിയ വാഗ്ദാനങ്ങൾ അദ്ദേഹം നൽകിയിട്ടില്ല. മനസ്സിലായില്ലേ? ഇത്ര പോരെ? ഈ പേയ്മെന്റ് സീറ്റാന്ന് പറയുമ്പോൾ ഈ ഇലക്ഷനിൽ ഈ സാമ്പത്തിക ഇടപാടുകളൊക്കെ വരുമോ? അല്ലെങ്കിൽ അങ്ങനെ പണം വാങ്ങുന്നവരാണോ ഈ DCCയിലെ ആളുകൾ? പേയ്മെന്റ് സീറ്റാണെന്നുള്ള തെളിവാണ് വാർഡിൽ വരാത്ത ഒരു പേരും പരിഗണിക്കരുതെന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ കൃത്യമായ മാർഗനിർദ്ദേശമുണ്ട്. അത് ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അത് പേയ്മെന്റ് സീറ്റാണെന്നല്ലേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ല, ആരാണ് പേയ്മെന്റ് വാങ്ങുന്നത്? ആരാണ് നിങ്ങൾ കണ്ടുപിടിച്ചോളുക. അങ്ങനെ താങ്കൾക്ക് ആരോപണം ഉണ്ടോ? എന്റെ ആരോപണമല്ലല്ലോ ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ വാർഡ് കമ്മിറ്റിയിൽ നിന്ന് പേര് വരാത്ത ഒരാളെയും എന്ത് ചെയ്യാൻ പാടില്ല, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വാർഡിൽ നിശ്ചയിക്കാൻ പാടില്ല. അദ്ദേഹം നിങ്ങളോട് തന്നെയാ പറഞ്ഞത് എന്ത് പേരുണ്ടെന്ന്. നിങ്ങൾ തന്നെ കണ്ടോളി. അപ്പൊ ഇനിയിപ്പോ CPM സഹയാത്രികൻ CPMമായി ചർച്ചകളൊന്നും നടത്തേണ്ട ആവശ്യമില്ലല്ലോ. സഹയാത്രികൻ എന്താ ചർച്ചകൾ നടത്തേണ്ട ആവശ്യമോ? BJP ചർച്ച നടത്തിയില്ല. ഒരു ചർച്ച നടത്തിയില്ല. എന്തായാലും CPM സഹയാത്രികനായി തുടരും എന്നാണ് അദ്ദേഹം പറയുന്നത്. മറിച്ചുള്ള മോദിയുമായി ബന്ധപ്പെട്ട് നടത്തിയത് ഒരു രാഷ്ട്രീയ പ്രസ്താവന ആയിരുന്നില്ല. രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളില്ല. പിണറായി വിജയന്റെ ഭരണ നൈപുണ്യത്തിൽ ആകർഷനായാണ് താൻ CPMന്റെ സഹയാത്രികനായി മാറുന്നതെന്നും NV ബാബുരാജ് പറയുന്നു.